സംസ്ഥാനത്ത് നിപ രോഗികൾ വർദ്ധിക്കുമ്പോഴും ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പിന് വലിയ തിരിച്ചടിയാകുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് ആരോഗ്യവകുപ്പ്. ഒരു വർഷത്തിനിടെ മാത്രം കേരളത്തിൽ 5 പേരുടെ ജീവനാണ് നിപ വൈറസ് ബാധ മൂലം നഷ്ടമായത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിപ വൈറസ് ബാധ ആശങ്കയായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. എന്നാൽ ഇപ്പോഴും വൈറസിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ നട്ടം തിരിയുകയാണ് ആരോഗ്യവകുപ്പ്. ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാകൂ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം സംസ്ഥാനത്ത് നിപ വൈറസ് ബാധിച്ച് 5 പേർ മരിച്ചു. വൈറസ് ബാധ മലബാർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14-കാരൻ നിപ ബാധിച്ച് മരിച്ചിരുന്നു. സെപ്റ്റംബറിൽ നടുവത്ത് 24 വയസ്സുകാരനും മരണപ്പെട്ടു. ഇക്കഴിഞ്ഞ 1-ാം തീയതി മലപ്പുറം ജില്ലയിലെ തന്നെ മക്കരപ്പറമ്പിൽ 18 വയസ്സുകാരി മരിച്ചതും നിപ വൈറസ് ബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനി ഇപ്പോഴും നിപ വൈറസ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ചികിത്സയിലാണ്. 2 മാസം മുൻപ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിക്കും നിപ സ്ഥിരീകരിച്ചിരുന്നു. ഇവരുടെ പരിശോധനാ ഫലം പിന്നീട് നെഗറ്റീവായെങ്കിലും ആരോഗ്യസ്ഥിതി സാധാരണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇടയ്ക്കിടെ നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉറവിടം കണ്ടെത്താനാകാത്തത് വലിയ വെല്ലുവിളിയാണ്. ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ വൈറസിനെ പൂർണ്ണമായും തുരത്താൻ കഴിയൂ. നിപയെക്കുറിച്ച് പഠിക്കാൻ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഉറവിടം മാത്രം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനം, കോഴിക്കോട്.